ഇതുപോലൊരു സേമിയ പായസം നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കുടിക്കണം കേട്ടോ. അതിന് വേണ്ടി കുറച്ച് സാബുദാന, നമ്മുടെ ചൗവരി വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് പച്ചവെള്ളത്തിൽ വീണ്ടും വീണ്ടും കഴുകിയെടുക്കുന്നുണ്ട്. നല്ലോണം കഴുകിയെടുക്കണം കേട്ടോ. നല്ല ഇങ്ങനെ ഊറ്റി മാറ്റി എടുക്കണം, എന്നാലാണ് ഇതിൻ്റെ പശ പോവുള്ളൂ. ഇനി നമ്മൾ ഫ്രൈ പാനിൽ കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ നട്ട്സ്, നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് തന്നെ നമ്മുടെ സേമിയ നമ്മൾ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നല്ല ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നമുക്കിതിൽ പകുതി നമ്മുടെ സേമിയം ഒന്ന് വേവായി തുടങ്ങുമ്പോൾ നമ്മുടെ ചവ്വരി അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ സേമിയം ചവ്വരിയൊക്കെ ഏകദേശം വെന്ത് തുടങ്ങി. ഈ സമയത്ത് നമ്മുടെ ശർക്കര പൊടിച്ചത്, നമ്മുടെ ജാഗരി പൊടിച്ചത് അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ നട്ട്സും കൂടി ചേർത്ത് കൊടുത്ത് 5 മിനിറ്റ് നമ്മൾ നല്ലോണം തിളപ്പിച്ചെടുക്കാം.